ഹായ് ഹലോ നമസ്കാരം. താരയാണേ. ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിത്തെയും തിരുവോണത്തിൻ്റെയും കുറച്ച് വീഡിയോകളാണ് കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി എൻ്റെ ചേട്ടൻ പൂവൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് ഞാനും കുളിച്ചിട്ട് ഞാനും മക്കളും ചേട്ടനും എല്ലാം പൂവെല്ലാം അരിയുവാണ് കേട്ടോ. കാരണം നമുക്ക് തിരുവോണത്തിൻ്റെ അത്തം തിരുവോണത്തിൻ്റെ തലേന്ന് അത്തം ഇടാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്രാവശ്യം ഞാൻ അത്തം ഇട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം തിരുവാതിരക്കളി ഒരുപാട് പ്രോഗ്രാം ചെയ്തിരുന്നു, നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചു. പക്ഷേ ഈ പ്രാവശ്യം ഓണസദ്യയില്ല, ഓണമില്ല, എങ്ങനെയായിരുന്നു ഒരുപാട്. ഞാൻ ഉദ്ദേശിച്ചത് വയനാട്ട് ഇങ്ങനൊരു നമ്മളെ എല്ലാവരെയും നടുക്കിയൊരു ദുരന്തമുണ്ടായി, ഒരുപാട് ദുഃഖങ്ങളുണ്ടായ ഒരു വർഷമായിരുന്നു. അതുകൊണ്ട് നേരത്തെ കൂട്ടി തന്നെ ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ ഓണം ആഘോഷിക്കുന്നില്ല എന്ന്. അപ്പം അതോടൊപ്പം പിന്നെ മകൾ ഉള്ളത് കൊണ്ട് ഞാൻ അത്യാവശ്യം കനകക്കുന്നിലൊക്കെ കൊണ്ട് ഒന്ന് കാണിച്ചു മകളെ. അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ഇപ്രാവശ്യത്തെ ഓണം അങ്ങ് കഴിഞ്ഞ് കിട്ടി. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ മറ്റൊന്നുമല്ല, നമ്മുടെ അഹാന കൃഷ്ണയുടെ ഫാമിലിയായിട്ട് ഓണസദ്യയെക്കുറിച്ച് ഒരു വിഷയം സംസാരിക്കുകയുണ്ടായി. ഒരു ഹോൾ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓണസദ്യ വർഷങ്ങളായിട്ട് ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് മനോരമ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടു. പക്ഷെ ഞാൻ എപ്പോഴും റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഒരു മനുഷ്യനെയും കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ വല്ലതും ആർക്കെങ്കിലും ഫീൽ ചെയ്തെങ്കിൽ ഞാൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു. ഓക്കെ, ഒരു മനുഷ്യനെയും ഞാൻ അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൽ തട്ടി പറയുന്നു സോറി. ഞാൻ വിദ്യാഭ്യാസം ഉണ്ട് എന്ന അഹങ്കാര രീതിയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ സംസാരിച്ചു. എൻ്റെ അറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ പൊതുവേ പറഞ്ഞത്, അഹാന പറഞ്ഞത് സപ്പോർട്ട് ചെയ്ത് ഇട്ട വീഡിയോ ആണ്. അപ്പം കുറച്ച് പേർക്കൊക്കെ ഫീലായെന്ന് ഞാൻ അറിഞ്ഞു. അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യം, അതായത് നമ്മുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് അത്രയും അഭിമാനമില്ലാത്തൊരു കാര്യമാണോ, അതത്ര മോശമാണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. എന്താ താരയുടെ ഒരു കൺസെപ്റ്റ്, എന്താ ഇങ്ങനൊരു വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ തിരക്കുകളിൽ നിന്നുകൊണ്ട് എനിക്ക് ടൈമില്ല, ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറില്ല എന്നൊരു സത്യമാണ് പറഞ്ഞത്. അത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചിട്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ അടുക്കളയിൽ കയറാൻ പാടില്ലെന്നോ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പാടില്ലെന്നോ എന്നൊന്നും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം കിളിക്കൂട് എന്ന് പറഞ്ഞ ചാനലിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. കേട്ടിട്ട് നമുക്കതിൻ്റെ അഭിപ്രായം പറയാവേ. തിരുവോണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എന്നിട്ട് ഇന്നിപ്പം അവിട്ടായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ താരൂസ് മെയിൽഡ് എന്നും പറഞ്ഞ് ആ ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു. താര എന്ന് പറയുന്ന ആള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ, ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് ഇഷ്ടമല്ലാത്തതും എനിക്ക് ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ടാൽ ഞാൻ പ്രതികരിക്കാറുണ്ട്. ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിലെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. നമ്മുടെ ഓണസദ്യയെ കുറിച്ചും കാര്യങ്ങളും ഒക്കെയാണ്. അത് ഞാൻ ആദ്യം ഒന്ന് കേൾപ്പി. പലഹാരം പറയുമ്പോൾ എല്ലാവരും ബേക്കറിക്ക് കൂടുതലിരുന്നോ. 26 വർഷം വരെ ഞാൻ വീട്ടിൽ നിന്നാണ് തിരുവോണസദ്യ കഴിച്ചത്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു തുടങ്ങി. എല്ലാ തിരുവോണം ഇപ്പൊ തിരുവോണത്തിന് ഓണസദ്യ മുമ്പ് വരെ ഈ പറയുന്ന വ്യക്തി വീട്ടിൽ നിന്നായിരുന്നു ഓണസദ്യ കഴിച്ചിരുന്നത്. അതിനുശേഷം ഇങ്ങോട്ട്, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് കേട്ടോ തോന്നുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് അവർ ഹോട്ടലിൽ നിന്നായിരുന്നു ഓണസദ്യ കഴിക്കുന്നത്. പൈസയുള്ളവർ ഹോട്ടലിൽ പോകണ്ടെന്നോ എടുക്കണ്ടെന്നോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. എനിക്കിതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തു. കുറച്ച് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഒന്നാമത്തെ കാര്യം, അവർ പറയുന്നു അവരൊരു ഫാമിലി, ഒരുപാട് ആൾക്കാരുള്ള ഒരു ഫാമിലി ആയിരുന്നു. അവരെ അച്ഛൻ അമ്മ അവരൊക്കെ ആയിരുന്നു ഓണസദ്യ ഒരുക്കുന്നത്. അരിയുണ്ടയൊക്കെ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ അതൊക്കെ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങള് പറയുന്നുണ്ട്. അപ്പം അന്നൊക്കെ നല്ലോണം ഓണസദ്യ കഴിച്ചു. പിന്നെ അവരെ ഈ പറയുന്ന പരക്കം, ഇപ്പൊ ഓണസദ്യ ഹോട്ടലുകളിൽ ഇല്ല, പരക്കം പാഞ്ഞ് ഓടുന്നു എന്നാണ് ഇപ്പൊ ഈ വ്യക്തി ഇവിടെ പറയുന്നത്. പിന്നെ ഈ വ്യക്തി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് സംസാരിക്കാം, സംസാരത്തിലോട്ട് കാര്യത്തിലോട്ട് വരാം. പിന്നെ അവർ
ഞാൻ പറഞ്ഞ പോയിന്റ്, അതായത് എൻ്റെ ഫ്രണ്ട്സ് ആയാലും പലരും ഒത്തിരി ടാലൻ്റുള്ള കുട്ടികൾ MA വരെയൊക്കെ പഠിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് അവരങ്ങ് ഒതുങ്ങിക്കൂടുകയാണ്. അവരെല്ലാം വീട്, കുട്ടി, കുഞ്ഞ്, ഭർത്താവ് എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടുകയാണ്. അപ്പോൾ അച്ചാച്ചൻ ഉദ്ദേശിച്ചത് എല്ലാവരും ജോലിക്ക് പോകണം, മെയിനായിട്ട് ജോലിക്ക് പോകണം. അടുക്കള എന്ന് പറഞ്ഞ് ശപഥം ചെയ്തിരിക്കാൻ പാടില്ല എന്നാണ് അച്ചാച്ചൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ചിലരുണ്ട് എപ്പോഴും കുക്കിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാം, പിന്നെ ഇന്നത്തെ കാലത്ത് പലഹാരമൊക്കെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര നമ്മളെല്ലാം ബേക്കറിയിലോട്ട് ഓടുന്ന ഒരു അതിനകത്ത് എന്ത് തെറ്റായി എടുത്തു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, പണ്ടൊക്കെ ആണെങ്കിൽ അച്ചപ്പം, ഉണ്ണിയപ്പം ഇതൊക്കെ വീടുകളിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ബേക്കറിയിലോട്ടല്ലേ പോകുന്നത്. ടൈം ഒരു പ്രശ്നമാണല്ലോ ഇല്ലേ? ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അതിലൊന്നും ഞാൻ ആളല്ല. പിന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫീലല്ലേ. 10 പേര് കേൾക്കണം, 10 പേരും 10 രീതിയിലായിരിക്കും കേൾക്കുന്നത്. അതേപോലെ ഞാൻ ഒരിക്കലും അടുക്കളപ്പണി ഒരു കുറഞ്ഞ കാര്യം അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ അമ്മയൊരു ഹൗസ് വൈഫാണ്. എൻ്റെ അമ്മ വെച്ചുണ്ടാക്കി തന്നാണ് ഞാനും വളർന്ന് ഇത്രയൊക്കെ ആയത്. അപ്പം അതിനെ പുച്ഛിച്ചതും ഒന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമാണ്. ഞാൻ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാറില്ല. ഞാനും കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു യൂട്യൂബർ ആണ്. അതുപോലെ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാറുമുണ്ട്. അപ്പോൾ അതിനൊന്നും ഞാൻ കുറച്ച് കണ്ടതല്ല. ടൈമിൻ്റെ വിലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാറില്ല. മാക്സിമം ഒക്കെ കുഞ്ഞു കറികളൊക്കെ ഉണ്ടാക്കി, തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കി മടിച്ച് എന്നല്ല ഉദ്ദേശിച്ചത്. ഇവിടെ അതുപോലെ എടുത്തു പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. രാവിലെ 3 മണിക്കൊക്കെ ഉറക്കം എണീറ്റ് ചെയ്യണം. ഞാൻ ആ ഒരു ജോലിയുടെ എഫേർട്ടിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ എനിക്ക് 3 മണിക്ക് ഉറക്കം എണീക്കാനുള്ള മടിയൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഞാൻ വളരെ കുറച്ച് ടൈം ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അത് ബുദ്ധിപൂർവ്വം ആ ടൈം ബുദ്ധിപരമായി പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നു. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ വേറെ ഏതൊക്കെയോ അർത്ഥം എടുത്തോ. ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല കേട്ടോ. ഇതിലോട്ട് എന്നെ പോലെയുള്ള കുറച്ച് സ്ത്രീകൾ ഇതിനകത്ത് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ ടീച്ചർ ആയാലോ, വക്കീലായാലും, എന്ത് ഡോക്ടർ ആയാലും, എന്ത് ജോലി ആയാലും വിദ്യാഭ്യാസം ഒരുപാടുണ്ട്. ഒരു ഡോക്ടർ ആയാലും അവർ കിച്ചണിൽ കയറാറില്ലേ? നല്ല ഫുഡുകൾ ഉണ്ടാക്കാറില്ലേ? ആരാ പറഞ്ഞത് വിദ്യാഭ്യാസം ഉണ്ടായി കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും ഉണ്ടാക്കത്തില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി ഒരുപാട് ടൈം, പലരും കുക്ക് ചെയ്യുന്ന പല രീതിയിൽ ചിലർ ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്നവരുണ്ട്. പെട്ടെന്ന് തട്ടിക്കൂട്ട് കറികൾ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരുപാട് ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാറില്ല എന്ന് വെച്ചാൽ ഒരിക്കലും കയറാറില്ല എന്നൊന്നും അതിന് അർത്ഥമില്ല കേട്ടോ. നമ്മൾ പറയുമ്പോൾ ഒരു ഫ്ലോയിൽ പറയുമ്പം നിങ്ങൾ എടുക്കുന്ന അർത്ഥം വേറെ ആയിരിക്കും. അതെൻ്റെ കുറ്റമല്ല. ഓക്കെ, അടുക്കളയിൽ കിടന്ന ജീവിതം കളയുന്നു. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു ഇതുണ്ട് എന്ന് വെച്ച് നമ്മൾ തീർച്ചയായിട്ടും വെറും ഒരു കൊള്ളാത്തൊരു പരിപാടിയാണോ? അല്ലല്ലോ. പിന്നെ വെളുപ്പിനെ 3 മണിയാകുമ്പോഴേ ഉറക്കം എണീക്കണം. എന്ത് പാടാണ്. നമ്മളെ വീട്ടിലുള്ള നമ്മളെ മക്കൾക്ക്, നമ്മളെ ഹസ്ബൻഡിന്, നമ്മളെ വീട്ടിലുള്ള അച്ഛനമ്മമാർക്ക് ഒക്കെ ഓണസദ്യ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം അല്ലേ? എല്ലാം നമുക്ക് ഇരിക്കുന്നിടത്ത് കിട്ടണമെന്ന് വിചാരിച്ചാൽ അത് നല്ല ശീലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞോണ്ട് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും ഞാൻ അത്യാവശ്യം ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് ഇവരത്ര വിദ്യാഭ്യാസം ഒന്നുമില്ല മക്കളെ. ഞാൻ 10ാം ക്ലാസ് ആണ്. ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് അഹാനയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരെല്ലാം സെലിബ്രിറ്റീസ് ആണ്. അവരെല്ലാം വളരെ ബിസി ആയിട്ടുള്ള ലേഡീസുമാണ്. അപ്പോൾ അവർക്ക് ഒരു തിരുവോണ ദിവസം അടുക്കളയിൽ ടൈം ചിലവാക്കാനില്ല. മാക്സിമം ഓരോരുത്തരായിട്ട് മേക്കപ്പ് ഇട്ട് ഒരുങ്ങി വീഡിയോ ചെയ്യാനൊക്കെ ആ ഒരു ദിവസം അവർ മാക്സിമം അതിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ഞാൻ സപ്പോർട്ട് ചെയ്തു. അവരുടെ ഒരു ചിന്താഗതി എനിക്ക് നല്ലതായിട്ട് തോന്നി. ഞാൻ സപ്പോർട്ട് ചെയ്തു. എന്ന് വെച്ചിട്ട് ഓണസദ്യ ഉണ്ടാക്കുന്ന ആരെയും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ഓരോരുത്തരുടെ നമ്മുടെ അഭിപ്രായമല്ലേ പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അങ്ങനെ എടുത്താൽ മതി കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായമല്ലേ, അങ്ങനെ എടുത്താൽ മതി. അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തിയെന്നോ കളിയാക്കിയെന്നോ ഒന്നും കരുതരുത് കേട്ടോ. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയും. ഇത് എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. ഇത് അഹാന എന്ന് പറയുന്ന നമ്മളെ ആക്ടർ അവർ പറഞ്ഞതിനെ ചൊല്ലിയാണ് ഇവരൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. 100% അതിൽ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള പിന്നെ പറയുക, വീഡിയോ ചെയ്യാൻ എല്ലാത്തിനും ഞാൻ കൂടുതൽ സമയം കണ്ടെത്താറുണ്ട്. ഞാൻ കിച്ചണിൽ കുറച്ച് സമയങ്ങളിലേ നിൽക്കത്തുള്ളൂ. അത് എനിക്ക് ചോദിച്ചു കൊടുക്കാം. എന്നെ പോലുള്ള വീട്ടമ്മമാര്
ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇടയ്ക്ക് കഴിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. എന്നും നമുക്ക് ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കാൻ പറ്റുമോ? പൈസ ഒരു പ്രശ്നമല്ലേ? പൈസ ഉള്ളവർക്ക് എന്നും വേണമെങ്കിലും കഴിക്കാം, എന്നും ഓണം ആഘോഷിക്കാം. അതൊക്കെ അവരവരെ കയ്യില തുട്ടിൻ്റെ ഖനം പോലെ ഇരിക്കും അല്ലേ? എന്ന് വെച്ചിട്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നും നിങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ മതി എന്നൊന്നും ഞാൻ നിർബന്ധിച്ച്, എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളിങ്ങനെ വേറെ വേറെ അർത്ഥങ്ങൾ എടുക്കരുതേ. നമ്മൾ താമസിക്കുന്ന വീട്, ആ വീട് വൃത്തിയാക്കിയെന്നോ ആ വീട്ടിൽ വേവിച്ച് വിളമ്പി ആ കൂടെ ഉള്ളവർക്ക് ആഹാരം കൊടുത്തെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കുറച്ചിൽ വരുന്ന കാര്യമൊന്നും അല്ല അല്ലേ? കുറച്ചിൽ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ നമ്മുടെ വീട്ടമ്മമാർക്കൊന്നും ഒരു വിലയില്ലായിരുന്നു, കൂടെ ഉള്ളവർ മനസ്സിലായി. പക്ഷെ ഇന്നൊക്കെ ഒരുപാട് കാലം മാറിപ്പോയി, ഒരുപാട് കാലം. നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് കൂടെ കിച്ചണിൽ ഒന്ന് സഹായിച്ചു തരും, മക്കള് സഹായിച്ചു തരും. ഇന്നത്തെ കാലം ഒരുപാട് മാറിപ്പോയി. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ളവർ സഹായിക്കും. പിന്നെ വർഷത്തിൽ ഒരു ഓണം, തിരുവോണം വരുന്ന സമയത്ത് ഒന്ന് 3 മണി ഉറപ്പായിട്ടും വീട്ടിലുള്ള ഹസ്ബൻഡ് വൈഫിനെ സഹായിക്കും, ഉറപ്പാണ്. അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ അമ്മ, അതൊരു ഭയങ്കരമായ ടാസ്ക് തന്നെയാണ്. വീട്ടുകാരെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഭാരിച്ചൊരു കാര്യമാണ്. അതിനെ വില കുറച്ചല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, ഉറക്കണീറ്റെന്നോ അല്ലെങ്കിൽ എല്ലാം ഒന്ന് വെച്ചുണ്ടെങ്കിൽ അച്ചാറ് കാര്യങ്ങളെല്ലാം ഇതിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട് കേട്ടോ. എല്ലാം ഒരു ദിവസം നമ്മൾ ഉറക്കം പോയെന്ന് വിചാരിച്ച് എന്താണ് ഉണ്ടാവുന്നത്? അവരിതിൽ പറയുന്നുണ്ട് നമുക്ക് സന്തോഷിക്കാം, എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ദിവസമാണ്, അതിപ്പോ അടുക്കളയിൽ കിടന്ന് നമുക്ക് തീർക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെയല്ല, നമ്മൾ എല്ലാ അർത്ഥത്തിലും സന്തോഷവതിയാവുന്ന എങ്ങനെയാണ്? നമുക്കറിയാവുന്ന ആഹാരങ്ങൾ നമ്മൾ സന്തോഷത്തോടെ, ഒരു ആഹാരം ഇപ്പൊ ഒരു ചായ ആയാൽ പോലും ഒരാൾക്ക് നമ്മൾ ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അത് മധുരം കുറച്ചിട്ട് ഏറെ മധുരം. ഇത് കാരണം എന്താണെന്നറിയാം, കുട്ടി എൻ്റെ വീഡിയോ കറക്റ്റ് കാണുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ലോകത്ത് എവിടെ പോയി ഫുഡ് കഴിച്ചാലും നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡോളം രുചി കാണില്ല. പല ഹസ്ബൻഡുമാരും പറയും എൻ്റെ അമ്മ ഉണ്ടാക്കിയ അത്രയും ആയില്ല എന്ന് വൈഫിനോട് പറയുമ്പോൾ വൈഫിന് ദേഷ്യം വരാറുണ്ട്. പക്ഷെ ചിലരത് പറയാറില്ല. അതെന്തുകൊണ്ടാണ്? അമ്മ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അല്പം സ്നേഹം കൂടി ചേർക്കും. പണ്ട് ലാലേട്ടൻ പറയുന്ന ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് സ്നേഹം കൂടി ആഡ് ചെയ്യാറുണ്ടെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും കുക്കിങ്ങിനെ മോശപ്പെടുത്തി പറഞ്ഞിട്ടില്ല. നിങ്ങളത് ഇത്രയും നാൾ എൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ കുക്കിങ്ങിനെ കുറിച്ച് വളരെ നന്നായിട്ട് പല വീഡിയോയും ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് വെച്ച് പലരും പറഞ്ഞിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട്, ഭയങ്കര കൈപുണ്യമാണ് എനിക്ക്. അന്നേരം ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് സ്നേഹം കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടോ എൻ്റെ വീഡിയോസ് കാണുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയത്. ഈ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയത്, അല്ലാതെ എൻ്റെ കുറ്റമല്ല കേട്ടോ. തോന്നിയോ നമ്മുടെ മനസ്സിൽ നിന്ന് ഇഷ്ടപ്പെട്ട് നമ്മൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ നല്ല നല്ല ഫുഡായിട്ട് അവർക്ക് തോന്നും, കഴിക്കുന്നവർക്കും കുടിക്കുന്നവർക്കും ചായ ആയാൽ പോലും അല്ലേ? അപ്പൊ അതിനർത്ഥം നമ്മൾ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ അത്രയും നന്മ വെച്ച് നമ്മൾ ആ ആൾക്കാർക്ക് കൊടുക്കുന്ന അത്രയും വൃത്തിയും കാര്യങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ വീട്ടുകാർ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം ഞാൻ നേരത്തെ കല്യാണം കഴിച്ച ഒരാളാണ്. എനിക്ക് കല്യാണം കഴിച്ച സമയത്ത് കുക്കിംഗ് കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ പലരിൽ നിന്നും ചോദിച്ചും കണ്ടും കേട്ടും പഠിച്ചാണ് ഞാൻ കുക്കിംഗ്. ഇന്ന് ഞാൻ നല്ലോണം ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഞാൻ നല്ലോണം എല്ലാ ആഹാരങ്ങളും ഉണ്ടാക്കും. അപ്പം താരൂസ് വേൾഡ് എന്ന് പറയുന്ന ചേച്ചിയോട് എനിക്കൊരു കാര്യമേ പറയാറുള്ളൂ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് നിങ്ങളുടെ കയ്യിലാണ്. പക്ഷെ എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരു ഓണസദ്യ ഉണ്ടാക്കുന്നതും പിന്നെ അത് വലിയ പാടാണ്. പിന്നെ വിദ്യാഭ്യാസമുള്ളവർക്ക് അടുക്കളയിൽ കയറാൻ പാടില്ല. അടുക്കളയിൽ കയറാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞത്? കിച്ചണിൽ കയറാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞത്? എത്രയോ വീട്ടമ്മമാര് വക്കീലന്മാർ, എത്രയോ ജോലിക്കാർ രാവിലെ വെളുപ്പിനെ എണീറ്റ് എല്ലാ ജോലികളും തീർത്ത് മക്കൾക്കുള്ള സ്കൂളിൽ പോകേണ്ട മക്കളെയും റെഡിയാക്കി വെച്ചിട്ടാണ് അവർ ജോലിക്ക് പോണത് അല്ലേ? എത്രയോ സർക്കാർ ജോലിക്കാർ രാവിലെ ട്രെയിനിൽ പോകണം. ഞാൻ പറയും, എന്റെ വീട്ടിനടുത്തുണ്ടല്ലോ സർക്കാർ ജോലിക്കാർക്ക് തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ കുക്ക് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു കാര്യം മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ പല 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 കാര്യങ്ങളിൽ ഞാൻ നിൽക്കുന്നുണ്ട്. അത് എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്തല്ല നിൽക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് കുറച്ച് ടൈമിന് പ്രശ്നങ്ങളാണ്. അപ്പം എനിക്ക് കൂടുതൽ ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ നമ്മുടെ വീഡിയോ. അപ്പം നമ്മളെ കേട്ടിരിക്കുന്നവരോട് ഞാൻ എൻ്റെ കാര്യം ഷെയർ ചെയ്തു, അത്ര മാത്രമേ ഞാൻ ചെയ്തോളൂ. അല്ലാതെ ഒരിക്കലും ജോലി ചെയ്യുന്ന കുക്ക് ചെയ്യുന്നവരെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തോ നിങ്ങൾ കേട്ടതിൻ്റെ ഒരു തെറ്റാണ്. ഒരു പക്ഷേ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂ കാണാത്തത് കൊണ്ടായിരിക്കും.
അങ്ങനെ ഫീൽ ചെയ്തത്. അല്ലാതെ ഞാൻ അങ്ങനെ ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു വ്യക്തിയോ അങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കുറ്റം ഒരു 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 സമൂഹത്തെ ടാർഗറ്റ് ചെയ്ത് കുറ്റം പറയുന്ന വ്യക്തിയോ ഒന്നുമല്ല. എന്റെ വീട്ടിന്റെ അടുത്ത് കളക്ടറേറ്റിൽ ജോലിയുള്ള ഒരു ചേച്ചിയുണ്ട്. അവര് രാവിലെ എണീറ്റാണ് അവരെല്ലാം ചെയ്തിട്ടാണ് അവർ പരവൂർ ട്രെയിനിൽ പോണത്. അപ്പോൾ ഈ ബുദ്ധിമുട്ടും ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കുറെ കടമകളുണ്ട്. അപ്പം നമ്മൾ കൈകൊണ്ട് നമ്മൾ നല്ല ആഹാരങ്ങൾ വെച്ച് നമുക്ക് തിരുവോണ നാളിൽ നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് നമ്മൾ സന്തോഷത്തോടെ അത് കൊടുക്കുമ്പോൾ ഇരട്ടി സന്തോഷത്തോടെ വരുന്നവരും അത് കഴിക്കും, നല്ല അഭിപ്രായം പറയും കേട്ടോ. അപ്പം താരസ്കേലിന്റെ എനിക്ക് അവരോട് അത്രേ പറയാനുള്ളൂ. ഇത് പറയുന്നത് വെച്ചാൽ അവർ ഏത് രീതിയിലാണ് അതൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ആരെടുത്തായാലും ഞാൻ നേരെ വാ എനിക്ക് ഇഷ്ടമല്ലാത്ത തെറ്റാണെന്ന് കണ്ടാൽ ഞാൻ തിരുത്തും. അത് എന്റെ സ്വഭാവ രീതി. അതിന് ആരൊക്കെ എന്നെ പൊങ്കാലിടാൻ വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം എന്നെ പോലെയുള്ള വീട്ടമ്മമാരും ഒന്ന് കമന്റ് ചെയ്യാട്ടോ. നമ്മളെ വീട്ടിലൊരു 3 മണിക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റെന്നോ അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് എണീറ്റോ നമ്മുടെ വീട്ടിലെ കിച്ചണിൽ കയറി നമ്മൾ ജോലി ചെയ്യുന്നത് തെറ്റാണോ? വിദ്യാഭ്യാസം ഉള്ളവരാരും കിച്ചണിൽ കയറാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണോ? ഓണത്തിന് സദ്യ ഒരുക്കി കഴിക്കാൻ സമയമില്ല, ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ ഹോട്ടലിൽ നിന്ന് മേടിക്കാം ഒരു നേരത്തെ ആഹാരം. വിദ്യാഭ്യാസം ചെയ്ത സ്ത്രീകൾ പൂർണ്ണമായും കിച്ചണിൽ കയറാൻ പാടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്നെ പഠിപ്പിച്ച രീതി അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. എന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും അടുക്കളയിൽ കയറില്ല എന്നും അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ സമയക്കുറവനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തോ കുട്ടി തെറ്റിയാണ് കേട്ടിരിക്കുന്നത്. കഴിക്കാൻ വകയില്ലാതെ കിടന്ന് ഓടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. അവർക്കെല്ലാം ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കാൻ പറ്റില്ല. ഒരു വർഷം തീർച്ചയായിട്ടും വീട്ടിൽ പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക് അത്രയും പൈസ നേട്ടം തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. ഇപ്പം തന്നെ ഞാനൊരു ഫേമസ് കടയിൽ ഓണസദ്യയുണ്ട്. പക്ഷേ അവർ മിനിമം 5 പേർക്ക് എങ്കിലുമുള്ള കാറ്ററിംഗ് സർവീസാണ്, ഫുഡാണ് കൊടുക്കുന്നത്. അതിൽ കുറച്ച് കൊടുക്കത്തില്ല. അതിനവർ ഈടാക്കുന്ന തുകയെന്ന് വെച്ചാൽ 2800 രൂപയാണ് 5 പേർക്കുള്ള ഫുഡ്. 3 പായസം എല്ലാം ഉണ്ട്. അപ്പം ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും, തീർച്ചയാണ്. അപ്പോൾ അതൊക്കെ തീരുമാനിക്കണം അവനവനാണ്. ആരുടെയും സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈകടത്തിയില്ല. ഞാൻ എൻ്റെ ഒരു പൊതു അഭിപ്രായം അഹാന പറഞ്ഞപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അതിൽ കുറേ കാര്യങ്ങളുണ്ട്, കുറേ പോയിന്റ്സ് ഞാൻ യോജിക്കുന്നു എന്ന് സപ്പോർട്ട് ചെയ്താണ് പറഞ്ഞത്. പക്ഷേ ഈ കുട്ടി എന്തൊക്കെയോ വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് ചിന്തിച്ചെടുത്തിരിക്കുന്നത്. പോയി നമ്മളെ വീട്ടിലെ ഹസ്ബൻഡ് ഒരു വർഷം കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന പൈസ കൂട്ടി കൊണ്ടുവരുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും മേടിച്ച് അവർക്ക് വേവിച്ച് വിളമ്പി കൊടുക്കുമ്പോഴാണ് അവര് നല്ല ഭാര്യയാവുന്നത്. ആ കുട്ടികൾക്ക് ആരും കൊടുക്കുമ്പോഴാണ് അവർ നല്ലൊരു അമ്മയാവുന്നത് അല്ലേ? അല്ലാതെ ഹസ്ബൻഡ് കൊണ്ടുവരുന്ന പൈസ ഇത് ഹോട്ടലിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാമല്ലോ, ഓണസദ്യ ഓർഡർ ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാം. അതിലെന്താണ് വല്ലരും എവിടെയെങ്കിലും ഉണ്ടാക്കുന്ന ഇങ്ങനെ വയറ് എന്തിനാണ് അത്? പിന്നെ അവരെ ഇഷ്ടമാണ് കേട്ടോ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, കുട്ടി അവസാനം പറയുന്നുണ്ട് കറക്റ്റ് പോയിന്റിലേക്ക് വന്നാൽ അത് അവരുടെ ഇഷ്ടമാണ്. യെസ്, ഞാനും അതാണ് ഉദ്ദേശിച്ചത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ? വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.